കർക്കിടക വാവുബലി ദിനത്തിൽ പിതൃതർപ്പണം നടത്തി പതിനായിരങ്ങൾ. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ സ്നാനഘട്ടങ്ങളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. ദേശീയപാതയിൽ മണ്ണുത്തി വെട്ടിക്കൽ ജംഗ്ഷനിൽ ഗ്യാസ് ടാങ്കർ ലോറി ഡിവൈഡർ തകർത്ത് സർവീസ് റോഡിലേക്ക് പാഞ്ഞുകയറി. ഡ്രൈവർക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതാണ് വാഹനം അപകടത്തിൽപ്പെടാൻ കാരണം. 3 ഓട്ടോറിക്ഷ ഡ്രൈവർമാർ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയ്ക്ക് എത്തുന്നത് അറിഞ്ഞ് അമിതഭാരം കയറ്റിയ ടോറസ് ലോറികൾ ഉപേക്ഷിച്ച് ഡ്രൈവർമാർ മുങ്ങി. മോട്ടോർ വാഹന വകുപ്പ് ലോറികൾ കസ്റ്റഡിയിലെടുത്തു. കൊടുങ്ങല്ലൂരിൽ പതിറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്ന പവർ ലൂമിന് മേൽ അവകാശവാദം ഉന്നയിച്ച് വ്യവസായ വകുപ്പ്. നാട്ടുകാർ വൃത്തിയാക്കിയ സ്ഥലത്തിന് വ്യവസായ വകുപ്പ് അവകാശം ഉന്നയിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് കുറഞ്ഞത് 1000 രൂപ. 1 ഗ്രാം സ്വർണത്തിന് 125 രൂപയും കുറഞ്ഞു. നമസ്കാരം. വാർത്തകൾ വിശദമായി. കർക്കിടക വാവുബലിയിൽ പിതൃതർപ്പണം നടത്തി പതിനായിരങ്ങൾ. ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങിന് ആയിരങ്ങളെത്തി. വാക്കടപ്പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞശാലയിൽ നടന്ന ചടങ്ങുകൾക്ക് മേൽശാന്തി സുമേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കീഴ്ശാന്തിമാരായ ഷൈൻ, മുരുകൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. 25ഓളം പരികർമ്മികളും ചടങ്ങുകളിൽ പങ്കാളികളായി. ഒരേ സമയം 1000 പേർക്ക് ബലിയിടാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. ബലിയിടാനെത്തിയ 10,000-ലധികം പേർക്കുള്ള സൗജന്യ പ്രഭാത ഭക്ഷണം ക്ഷേത്രസമിതി ഒരുക്കിയിരുന്നു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പാലപ്പെട്ടി ദിലീപ് കുമാർ, സെക്രട്ടറി വിനയ്ദാസ്, ട്രഷറർ വിക്രമൻ താമരശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ പുഴയ്ക്കലിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ആയിരങ്ങളെത്തി. ഒരേ സമയം 500-ലധികം പേർക്ക് ബലിയിടാനുള്ള സൗകര്യമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത്. ക്ഷേത്രത്തോട് ചേർന്ന് ഷവറോടുകൂടിയ പ്രത്യേക തർപ്പണക്കടവ് സജ്ജമാക്കിയിരുന്നു. ക്ഷേത്ര ഹാളിന് പുറമെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. പുലർച്ചെ 2 മണി മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിരുന്നു. മുൻകൂട്ടി ബുക്ക് ചെയ്യുവാനുള്ള അവസരമൊരുക്കിയത് നിരവധി പേർക്ക് ആശ്വാസമായി. അതിനിടയ്ക്ക് കഴിഞ്ഞ എല്ലാവർക്കും വെള്ള, പൂവ്, ചന്ദനം, അത് കഴിഞ്ഞ് അതിലുള്ള എല്ലാ സാധനങ്ങളും കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ആളുകൾ കുറുക്കഞ്ചേരി മഹേശ്വര ക്ഷേത്രത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. പുലർച്ചെ 3:30 ചടങ്ങുകൾ ആരംഭിച്ചത്. ഒരേ സമയം 800ഓളം പേർക്കുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. 10,000-ഓളം പേർ ബലിതർപ്പണത്തിനായി എത്തി. ഭക്തജനങ്ങൾക്കായി പ്രഭാത ഭക്ഷണവും ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിരുന്നു. ദേശീയപാതയിൽ മണ്ണുത്തി വെട്ടിക്കൽ ജംഗ്ഷനിൽ ഗ്യാസ് ടാങ്കർ ലോറി ഡിവൈഡർ തകർത്ത് സർവീസ് റോഡിലേക്ക് പാഞ്ഞുകയറി. 3 ഓട്ടോറിക്ഷ ഡ്രൈവർമാർ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെയാണ് പാലക്കാട് ഭാഗത്തു നിന്ന് കൊച്ചിയിലേക്ക് ഗ്യാസ് നിറയ്ക്കാൻ പോയിരുന്ന ടാങ്കർ ലോറി ദേശീയപാതയുടെ ഡിവൈഡറിലൂടെ സർവീസ് റോഡിലേക്ക് കയറിയിറങ്ങിയത്. ഫിറ്റ്സ് വന്നതിനെ തുടർന്ന് ഡ്രൈവർ സീറ്റിൽ കുഴഞ്ഞു വീണതായിരുന്നു അപകടത്തിന് കാരണം. വെട്ടിക്കൽ ജംഗ്ഷനിൽ വാടക പ്രതീക്ഷിച്ച് കിടന്നിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ തങ്കപ്പൻ, ബിജു, ജാസിർ എന്നിവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. തൊട്ടു മുൻപിൽ വന്നു നിന്ന ടാങ്കറിൽ ഡ്രൈവറെ കാണാതെ അമ്പരന്ന് നോക്കിയപ്പോഴാണ് സീറ്റിൽ കുഴഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടത്. ഉടൻ ഓട്ടോ ഡ്രൈവർ ജാസിർ ലോറിയിൽ കയറി എൻജിൻ ഓഫാക്കുകയായിരുന്നു. ഞങ്ങൾ 3 ഡ്രൈവർമാർ വണ്ടിയിലിരിക്കുമ്പോൾ ഒരു ലോറി ഇങ്ങോട്ട് അപ്പുറത്ത് റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ചാടി, 2 ചാടി. ഞങ്ങൾ നോക്കിയപ്പോൾ ഡ്രൈവറെ കാണാനില്ല. അപ്പം ഞങ്ങൾ വേഗം വണ്ടി ഇങ്ങോട്ട് കയറ്റിയിട്ടിട്ട് ഡ്രൈവറെ എത്തിക്ക് ചെന്ന് നോക്കിയപ്പോൾ ഡ്രൈവർ സീറ്റിൽ കുഴഞ്ഞ് വിറച്ച് കിടക്കണേ. അപ്പം എന്നെ പോലീസ് വന്ന് ആളെ കൊണ്ടുപോയി. എന്തൊരു ഭാഗത്തിന് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങളിന്ന് 3 എണ്ണം പോകേണ്ടതാ. ഈ സമയം അതുവഴി എത്തിയ ഹൈവേ പോലീസിന്റെയും തുടർന്നെത്തിയ മണ്ണുത്തി പോലീസിന്റെയും ഇടപെടലിൽ ഡ്രൈവറെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. ക്രെയിനിന്റെയും മറ്റൊരു ടാങ്കർ ഡ്രൈവറുടെയും സഹായത്താൽ അപകടത്തിൽപ്പെട്ട ടാങ്കർ സർവീസ് റോഡിന്റെ അരികിലേക്ക് മാറ്റിയിടുകയും ചെയ്തു. നാമക്കൽ സ്വദേശി മുഹേന്ദ്രന്റെ നാഗാലാൻഡ് രജിസ്ട്രേഷനിലുള്ള ടാങ്കർ കൊച്ചിയിൽ നിന്ന് ഗ്യാസ് നിറച്ച് മുംബൈക്ക് പോകാനുള്ളതായിരുന്നു. അപ്രതീക്ഷിതമായുണ്ടായ അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് വെട്ടിക്കൽ ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവർമാർ. TCV തൃശൂർ.
ചാലക്കുടി മേലൂരിൽ പാൽ ശേഖരിച്ച് മടങ്ങുകയായിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞു. 700 ലിറ്റർ പാൽ റോഡിൽ ഒഴുകിപ്പോയി. പാലപ്പിള്ളി ക്ഷീരോത്പാദക സംഘത്തിൽ നിന്ന് പാൽ ശേഖരിച്ച് മടങ്ങവേ മേലൂർ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ സമീപം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. മുൻപിൽ പോയിരുന്ന ബൈക്ക് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു അപകടം. ഡ്രൈവർ വേലൂർ സ്വദേശി സനൽ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയ്ക്ക് എത്തുന്നത് അറിഞ്ഞ് അമിതഭാരം കയറ്റിയ ടോറസ് ലോറികൾ ഉപേക്ഷിച്ച് ഡ്രൈവർമാർ മുങ്ങി. ദേശീയപാതയിൽ നടത്തറ സിഗ്നൽ ജംഗ്ഷനിലാണ് സംഭവം. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വരുന്ന വിവരം വാട്സാപ്പിലൂടെ ചോർത്തി നൽകുകയായിരുന്നു. ഇതോടെ ലോറിയും താക്കോലും ഉപേക്ഷിച്ച് ഡ്രൈവർമാർ കടന്നുകളഞ്ഞു. വാഹന ഉടമകളെ വിളിച്ചു വരുത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൊടുങ്ങല്ലൂരിൽ പതിറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്ന പവർലൂമിന് മേൽ അവകാശവാദം ഉന്നയിച്ച് വ്യവസായ വകുപ്പ് രംഗത്ത്. കാടുകയറി കിടന്ന സ്ഥലം നാട്ടുകാർ വൃത്തിയാക്കിയതോടെ വ്യവസായ വകുപ്പ് അവകാശവാദം ഉന്നയിച്ച് പ്രതിഷേധത്തിന് ഇടയാക്കി. കൊടുങ്ങല്ലൂരിലെ മേത്തല കടുക്കച്ചുവട്ടിൽ തട്ടാമുട്ടി പാലത്തിന് സമീപം ഏറെ കാലമായി അടഞ്ഞുകിടക്കുന്ന പവർലൂം ഫാക്ടറിയും ചുറ്റുവട്ടവും നഗരസഭയും നാട്ടുകാരും ചേർന്ന് വെട്ടിത്തെളിച്ചിരുന്നു. പവർലൂം ഫാക്ടറി വളപ്പ് കളിമൈതാനമായി ഉപയോഗിക്കുവാനും കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം സംഭരിക്കാനുമായിരുന്നു തീരുമാനം. ഇതോടെയാണ് വ്യവസായ വകുപ്പ് രംഗത്തെത്തിയത്. ജില്ലാ വ്യവസായ കേന്ദ്രം ലിക്വിഡേറ്ററുടെ ചുമതലയുള്ള കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറാണ് നഗരസഭാ സെക്രട്ടറിക്ക് ഇതു സംബന്ധിച്ച് കത്ത് നൽകിയത്. നിർജീവാവസ്ഥയിലുള്ള പവർലൂം ഫാക്ടറിയും ഭൂമിയും ഏറ്റെടുക്കൽ നടപടികളിലാണെന്നും സംഘത്തിന്റെ പരിപൂർണ ഉടമസ്ഥാവകാശം വ്യവസായ വകുപ്പിനാണെന്നുമാണ് വാദം. വ്യവസായ വകുപ്പിന്റെ അനുമതിയില്ലാതെ ഈ സ്ഥലത്ത് കളിസ്ഥലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ നിർത്തിവെക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. വർഷങ്ങളായി കാടുപിടിച്ച് കിടന്നിരുന്ന പവർലൂം വളപ്പ് സാമൂഹ്യവിരുദ്ധരുടെ താവളമായിരുന്നു. കാട്ടുപന്നി, മലമ്പാമ്പ്, കുറുനരി തുടങ്ങിയ വന്യജീവികളും ഇവിടെ സങ്കേതമാക്കിയിരുന്നു. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് നഗരസഭാ അധികൃതർ സ്ഥലം വൃത്തിയാക്കിയതോടെയാണ് വ്യവസായ വകുപ്പ് എതിർപ്പുമായി എത്തിയത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 1000 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് 74,040 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 125 രൂപയാണ് കുറഞ്ഞത്. 9,255 രൂപയായി. 2 ദിവസത്തിനിടെ പവൻ വില 1,600 രൂപ കൂടിയിരുന്നു. സ്വർണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം വിവാഹത്തിനായി കൂടുതൽ ആളുകളും മുൻകൂർ ബുക്കിംഗ് സംവിധാനമാണ് തെരഞ്ഞെടുക്കുന്നത്. രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വം സ്വർണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. മയക്കുമരുന്നുമായി യുവാവ് പിടിയിൽ. 5 ഗ്രാം മെത്താഫെറ്റമിനുമായി കൈപ്പറമ്പ് സ്വദേശി അയിനപ്പുള്ളി വീട്ടിൽ വിഷ്ണുവാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയാണ് ഇയാൾ കോലഴി എക്സൈസിന്റെ പിടിയിലായത്. 1 വർഷമായി ഇയാൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആക്രമണകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തൃശൂർ കോർപ്പറേഷൻ നടപടികൾ ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് രാജൻ ജയപല്ലന്റെ പരാതി പ്രകാരം മേയർ MK വർഗീസാണ് പ്രത്യേകം ഉത്തരവിട്ടത്. കാട്ടുപന്നി ശല്യത്തെ സംബന്ധിച്ച് നിരവധി റെസിഡൻസ് അസോസിയേഷനുകൾ കോർപ്പറേഷന് പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി കൈരളി നഗർ പ്രദേശത്ത് ആക്രമണകാരിയായ കാട്ടുപന്നിയെ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വെടിവെച്ച് കൊന്നിരുന്നു. ഏകദേശം 100 കിലോ ഭാരം വരുന്ന കാട്ടുപന്നിയുടെ ജഡം ഹെൽത്ത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പിന്നീട് മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ച് കുഴിച്ചിട്ടു. തൃശൂർ വെസ്റ്റ് ഉപജില്ലയിലെ മുഴുവൻ വിദ്യാലയത്തിലെയും പാചക തൊഴിലാളികൾക്കുള്ള പരിശീലനവും പഠന ക്ലാസും ആദരവും സംഘടിപ്പിച്ചു. അയ്യന്തോൾ നിർമ്മല കോൺവെന്റ് സ്കൂളിൽ നടന്ന ആദരവ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു അധ്യക്ഷത വഹിച്ചു. ഉപജില്ലയിലെ ഏറ്റവും പ്രായം ചെന്ന പാചക തൊഴിലാളികളായ K ലക്ഷ്മിക്കുട്ടി, റീന ദേവസി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ശുചിത്വത്തെയും സുരക്ഷയും കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ AJ വിൻസെന്റ് ക്ലാസ് നയിച്ചു. ഉച്ചഭക്ഷണ പദ്ധതി ഓഫീസർ K പ്രദീപ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഹരിത ഫ്രാൻസിസ്, ഹെഡ് മാസ്റ്റർ ഫോറം കൺവീനർ ജോഷി T കൊള്ളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പാചക തൊഴിലാളികളുടെ കലാപരിപാടികളും അരങ്ങേറി. വരുന്ന കാലം നമുക്കൊരുക്കാം അറിവിൻ കൊട്ടാരം. വരുന്ന കാലം നമുക്കൊരുക്കാം അറിവിൻ കൊട്ടാരം. അതിലൊരാളായി നമുക്ക് വാഴാം ഇനിയുള്ള കാലം. മുൻ മുഖ്യ
മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ഓട്ടുപാറയിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. നഗരസഭാ ചെയർമാൻ പി.എം. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി എം.എൽ.എ, സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം.ആർ. സോമനാരായണൻ, യൂത്ത് കോൺഗ്രസ് നേതാവ് പി.എൻ. വൈശാഖ്, ബിജു ആട്ടൂർ, അജിത് കുമാർ, മേരി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളത്ത് ശക്തമായ മഴയിൽ തകർന്നു വീണ് കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു നീക്കിയത് പകുതി ഭാഗം മാത്രം. അപകടഭീതിയിൽ യാത്രക്കാർ. കഴിഞ്ഞ ജൂൺ 27-നാണ് ശക്തമായ കാറ്റിലും മഴയിലും കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ ചുമരും ഒന്നാം നിലയിലെ വരാന്തയ്ക്ക് മുകളിലെ മേൽക്കൂരിയും കൈവരികളും തകർന്ന് റോഡിലേക്ക് വീണത്. ശബ്ദം കേട്ട് യാത്രക്കാർ മാറിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. സംഭവത്തെ തുടർന്ന് 7 ദിവസത്തിനുള്ളിൽ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ കെട്ടിട ഉടമയ്ക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ 1 മാസം പിന്നിട്ടിട്ടും കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കാൻ ഉടമ തയ്യാറായിട്ടില്ല. കെട്ടിടത്തിന്റെ പകുതി ഭാഗം മാത്രമാണ് ഭാഗികമായി പൊളിച്ചു നീക്കിയത്. ബാക്കി ഭാഗം ഏതു നിമിഷവും തകർന്ന് റോഡിലേക്ക് വീഴുമെന്ന അവസ്ഥയിലാണ്. വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും ഭീതിയോടെയാണ് ഈ വഴി യാത്ര ചെയ്യുന്നത്. പൊളിച്ചു നീക്കാത്ത കെട്ടിടത്തിന്റെ ഭാഗം നഗരസഭാ അധികൃതരെ സ്വാധീനിച്ച് ഭാഗികമായി അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും വ്യാപാര സ്ഥാപനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാണ് ഉടമ ശ്രമിക്കുന്നതെന്ന് ആരോപണമുണ്ട്. സംഭവത്തിൽ നഗരസഭാ അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സമീപത്തെ വ്യാപാരികളും യാത്രക്കാരും ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കുന്നംകുളം. ചലച്ചിത്ര സംവിധായകൻ ഭരതിന്റെ 27ാമത് സ്മരണയും അവാർഡ് ദാനവും ബുധനാഴ്ച വൈകിട്ട് 5-ന് സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മികച്ച ചലച്ചിത്ര സംവിധായകനുള്ള ഈ വർഷത്തെ കല്യാൺ ഭരത് മുദ്ര, തുടരും സംവിധായകൻ തരുൺ മൂർത്തിക്കും നവാഗത സംവിധായകനുമുള്ള പുരസ്കാരം പൊന്മാൻ സംവിധായകൻ ജ്യോതിഷ് ശങ്കറിനും നൽകും. KPC ലളിതാ സ്മാരക പുരസ്കാരം മഞ്ജു പിള്ളയ്ക്കും പ്രത്യേക ജൂറി പുരസ്കാരം പ്രകാശ് വർമ്മയ്ക്കും സമ്മാനിക്കും. ഭാരവാഹികളായ MP സുരേന്ദ്രൻ, C വേണുഗോപാൽ, അനിൽ വാസുദേവ്, അനിൽ C മേനോൻ, TR രഞ്ജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പഴയ കെട്ടിടത്തിൽ നിന്ന് അധ്യയനം മാറ്റിയിട്ടും പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ UP വിഭാഗം കുട്ടികളുടെ ദുരിതം മാറുന്നില്ല. കുട്ടികളെ സ്കൂളിൽ നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് രക്ഷിതാക്കൾ. അപകടാവസ്ഥയിലായ കെട്ടിടത്തിൽ നിന്ന് ലൈബ്രറി ഹാളിലേക്കും 8ാം ക്ലാസ്സിൽ പ്രവർത്തിക്കുന്ന ക്ലാസ് മുറിയിലേക്കുമാണ് കുട്ടികളെ മാറ്റിയത്. എന്നാൽ ലൈബ്രറി കെട്ടിടത്തിന്റെ അവസ്ഥ പഴയ കെട്ടിടത്തിനേക്കാൾ ശോചനീയമാണ്. ഷീറ്റ് മേഞ്ഞ ഭാഗം ചോർന്നൊലിച്ച് സീലിംഗ് അടർന്നു വീഴാറായ നിലയിലാണ്. ചാലക്കുടിയിലെ കൂടപ്പുഴ ആറാട്ടുകടവിൽ നടന്ന ബലിതർപ്പണത്തിന് ആയിരങ്ങളെത്തി. കൂടപ്പുഴ ശിവവിഷ്ണു ക്ഷേത്ര സമിതിയാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. പുഴത്തീരത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലുകളിലായിരുന്നു ബലിതർപ്പണം. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ശാന്തിമാർ കാർമ്മികരായി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ചാലക്കുടി അഗ്നിശമന സേനയും പോലീസും സ്ഥലത്തുണ്ടായിരുന്നു. ബലിതർപ്പണത്തിന് എത്തിയവർക്ക് NSS കരയോഗം പ്രഭാത ഭക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു. പാഴിയോട്ടുമുറി ശ്രീ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് പൂജാരി TR ബിനീഷ് കാർമ്മികത്വം വഹിച്ചു. ബലിതർപ്പണത്തിന് രാജീവ് ശർമ്മ വെങ്കിടങ്ങ് മുഖ്യ കാർമ്മികനായി. നിരവധി ഭക്തർ പിതൃക്കൾക്ക് ബലിയർപ്പിച്ചു. തിരുവില്ലാമല പാമ്പാടി ഐവർ മഠത്തിൽ 10,000 പിതൃബലിതർപ്പണം നടത്തി. ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. പോലീസ്, ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി.
തീരദേശത്തെ ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. കൂരിക്കുഴി ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കമ്പനിക്കടവ് കടപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചു. പുലർച്ചെ മുതൽ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾക്ക് മേൽശാന്തി ലിജീഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കയ്പമംഗലം, വഞ്ചിപ്പുര, അയ്യൂർ, ചാപ്പക്കടവ് ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ ചടങ്ങിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങിന് മേൽശാന്തി സനു മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചെമ്പുചിറ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം മേൽശാന്തി മനോജ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പന്തലൂർ, ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തെ പുഴയോരത്തായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ. രാമചന്ദ്രൻ ഇളയത്, ശിവൻ ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കടങ്ങോട് മല്ലൻകുഴി മല്ലൻകാവിൽ വാവുബലിയോടനുബന്ധിച്ച് തിലഹോമവും വിശേഷാൽ പൂജകളും നടന്നു. കാവിലെ പൂജകൾക്ക് മേൽശാന്തി ചെമ്പന്തിട്ട പ്രതീഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബലിതർപ്പണ ചടങ്ങുകൾക്ക് സുധി ശാന്തി കാർമ്മികനായി. 1000-ലധികം പേർ പിതൃതർപ്പണം നടത്തി. പറമ്പൻതളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണത്തിന് കനത്ത മഴയെയും അവഗണിച്ച് ആയിരങ്ങളെത്തി. ബലിതർപ്പണ ചടങ്ങുകൾക്ക് അങ്കമാലി അജിത് ശാന്തി ആചാര്യസ്ഥാനം വഹിച്ചു. ക്ഷേത്രത്തിൽ നടന്ന തിലഹോമത്തിന് താമരപ്പുള്ളി കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. മാള മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ചാലക്കുടി പുഴയോരത്ത് ബലിതർപ്പണം നടന്നു. അന്നമനട ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലും ബലിതർപ്പണം നടന്നു. ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിന്റെ ഭാഗമായി പുതുക്കുളത്തിൽ നിരവധി പേർ ബലിതർപ്പണം നടത്തി. കൊളത്തുകാവ് ശ്രീ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ കർക്കിടകം 1 മുതൽ നടന്നുവന്നിരുന്ന ഭാഗവത സപ്തദാഹ യജ്ഞം സമാപിച്ചു. ശാന്ത കിഴക്കൂട്ട് യജ്ഞാചാര്യനായി. സമാപനത്തോടനുബന്ധിച്ച് ആറാട്ടും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് വടുതല നാരായണൻ, സെക്രട്ടറി അരുൺ വാഗയിൽ എന്നിവർ നേതൃത്വം നൽകി. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ വാവുബലി പിതൃതർപ്പണത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. മേൽശാന്തി കൊരട്ടിക്കര മനരാമൻ നേതൃത്വം നൽകി. ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത്, മാനേജർ MA രാജു, ഓഫീസ് മാനേജർ N സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കോണോത്തുകുന്ന് കൊടക്കാപ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടത്തി. ചടങ്ങുകൾക്ക് മേൽശാന്തി മേച്ചേരി മന സുനിൽ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. കൊടുങ്ങല്ലൂരിൽ ബലിതർപ്പണ സ്ഥലത്ത് അണലിപ്പാമ്പിനെ കണ്ടെത്തി. കാര വാക്കടപ്പുറത്ത് നിന്ന് ഇന്ന് രാവിലെ പിതൃതർപ്പണ കർമ്മങ്ങൾ നടക്കുന്നതിനിടയിലാണ് 3 അടിയോളം നീളമുള്ള അണലിയെ കണ്ടത്. മത്സ്യബന്ധന വലകളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു പാമ്പ്. നാട്ടുകാരും പോലീസും വിവരമറിയിച്ചതിനെ തുടർന്ന് സ്നേക്ക് റെസ്ക്യൂവർ സജ്ന മതിലകം എത്തി പാമ്പിനെ പിടികൂടി. പടിഞ്ഞാറെ വെള്ളാനിക്കര ആണ്ടുണ്ണി ദേവർ ശിവക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം തന്ത്രി മേൽശാന്തി പുഷ്പരാജ് നമ്പൂതിരി, ശിവശങ്കരൻ ഇളയത് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇരിങ്ങാലക്കുട ടാണാവ് ചന്തക്കുന്ന് റോഡ് വികസനം യാഥാർത്ഥ്യമാക്കാത്തതിനെതിരെ വ്യാപാരികൾ രംഗത്ത്. 1 വർഷമായിട്ടും പദ്ധതി പൂർത്തീകരിക്കാത്ത പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി
ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷമായിട്ടും ടാണാവ് ചന്തക്കുന്ന് വികസനം യാഥാർത്ഥ്യമാക്കാത്തതിനെക്കുറിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് സെന്ററിൽ നടക്കുന്ന പ്രതിഷേധ സമരം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിലെ റോഡ് വികസനം യാഥാർത്ഥ്യമാക്കാത്തത് മൂലം പല കടകളും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണെന്നും ഇവർ പറഞ്ഞു. ഷാജു പാറയങ്കാടൻ, എബിൻ വെള്ളാനിക്കാരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കർക്കിടക വാവുബലി ദിനത്തിൽ പിതൃതർപ്പണം നടത്തി 10,000. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും വൻ തിരക്ക്. ദേശീയപാതയിൽ മണ്ണുത്തി വെട്ടിക്കൽ ജംഗ്ഷനിൽ ഗ്യാസ് ടാങ്കർ ലോറി ഡിവൈഡർ തകർത്ത് സർവീസ് റോഡിലേക്ക് പാഞ്ഞു കയറി. ഡ്രൈവർക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതാണ് വാഹനം അപകടത്തിൽപ്പെടാൻ കാരണം. 3 ഓട്ടോറിക്ഷ ഡ്രൈവർമാർ രക്ഷപ്പെട്ടത് തലനാരിഴ. മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയ്ക്ക് എത്തുന്നത് അറിഞ്ഞ് അമിതഭാരം കയറ്റിയ ടോറസ് ലോറികൾ ഉപേക്ഷിച്ച് ഡ്രൈവർമാർ മുങ്ങി. മോട്ടോർ വാഹന വകുപ്പ് ലോറികൾ കസ്റ്റഡിയിലെടുത്തു. കൊടുങ്ങല്ലൂരിൽ പതിറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്ന പവർലൂമിന് മേൽ അവകാശവാദം ഉന്നയിച്ച് വ്യവസായ വകുപ്പ്. നാട്ടുകാർ വൃത്തിയാക്കിയ സ്ഥലത്ത് വ്യവസായ വകുപ്പ് അവകാശവാദം ഉന്നയിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കി. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് കുറഞ്ഞത് 1000 രൂപ. 1 ഗ്രാം സ്വർണത്തിന് 125 രൂപ കുറഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.